ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അടപ്പായസമാണ്. അതിനായിട്ട് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് റൈസിൻ്റെ അടയാണ്. ഇതിപ്പോൾ നമുക്ക് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഈ പായസത്തിൽ ഞാനിപ്പോൾ തേങ്ങാപ്പാലിന് പകരം സാദാ പാലാണ് ചേർക്കുന്നത്. അത് നമുക്കൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചേക്കാം. ഇത് ശർക്കര ഉരുക്കിയതാണ്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. തിളപ്പിക്കുന്ന വെള്ളത്തിനോടൊപ്പം 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അടയെല്ലാം ഇട്ട് കൊടുക്കാം. എനിക്കിതിപ്പോൾ വേവിച്ചെടുക്കാൻ ഒരു 20 മിനിറ്റ് വേണ്ടി വന്നു. എങ്കിൽ തന്നെ നല്ലതുപോലെ അതൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അട വെന്ത ശേഷം ഉടൻ തന്നെ കോരിമാറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. അതിൻ്റെ പശയെല്ലാം പോയി അട തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പായസം ചെയ്യാനുള്ള പാത്രത്തിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് വറുത്തെടുക്കണം. നട്ട്സൊക്കെ കോരി മാറ്റിയ ശേഷം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ചവ്വരി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇവയെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചവ്വരിയും ശർക്കരയും നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. ഇത് ഏകദേശം ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മാറ്റി വെച്ചിരുന്ന അട കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതും നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. പായസം നല്ലതുപോലെ തിളച്ച് നമുക്കൊന്ന് കുറുകി കിട്ടണം. അതുവരെ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് പെട്ടെന്നൊരു പായസം തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. തേങ്ങയൊക്കെ എടുക്കാൻ നമുക്ക് ടൈമില്ലാത്ത സമയത്ത് ഇതുപോലെ സാദാ പാൽ വെച്ചുകൂടി അടപ്പായസം തയ്യാർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരുന്ന പാലില്ലേ, അതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചേർക്കാത്ത നല്ല തിക്കായിട്ടുള്ള പാല് വേണം എടുക്കാൻ. അത് ചേർത്തൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കധികം തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. കാരണം നമ്മൾ തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തണുക്കുമ്പോൾ പായസം നല്ല കുറുകി വരും. കാരണം നമ്മൾ ചവ്വരി ചേർത്തിട്ടുണ്ട്. കുറുകിയ പായസം ഇഷ്ടമില്ലാത്തവർ ചവ്വരിയുടെ അളവ് കുറച്ചേക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടപ്പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടപ്പായസമാണ്. നമുക്ക് തേങ്ങാപ്പാലിൽ ഇല്ലെങ്കിൽ കൂടിയും സാദാ പാലിൽ ചെയ്തെടുക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.